വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു എരിവും പുളിയും കലർന്ന ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു നെല്ലിക്ക കാന്താരി ജ്യൂസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ശരിക്കും ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ പറ്റിയ ഒരു ജ്യൂസാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലപ്പോഴും കടകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഒരു നെല്ലിക്ക കാന്താരി ജ്യൂസിന്റെ സിറപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ജ്യൂസായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജ്യൂസ് തയ്യാറാക്കാൻ മെയിൻ ഇൻഗ്രീഡിയൻസിലൊന്നായ കാന്താരി മുളക് ഒരല്പം പറിച്ചിട്ട് വരാം. പച്ചമുളക് വെച്ചിട്ടും ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം, പക്ഷേ രുചിയും ഗുണങ്ങളും കുറവായിരിക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 6 നെല്ലിക്കയാണ്. മീഡിയം സൈസുള്ള 6 നെല്ലിക്ക. നമുക്ക് അതിൻ്റെ കാമ്പ് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുരു മാറ്റി കാമ്പ് മാത്രമായിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്ക എടുക്കുന്ന സമയത്ത് ചീഞ്ഞതോ ചതഞ്ഞതോ ആയ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക, ഇല്ലെങ്കിൽ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ നമ്മൾ മുഴുവൻ നെല്ലിക്ക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളക് നമുക്ക് ഞെട്ട് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. നമ്മൾ ആദ്യമേ അരയ്ക്കുന്ന സമയത്ത് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 12 കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യമേ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റെയിനർ വെച്ച് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെല്ലിക്ക കാന്താരി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും കിടിലൻ ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ.